അർച്ചനയെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയായിട്ട് അത്ര അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺസിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെയായിരുന്നു ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എന്നുള്ളത്? എൻ്റെ 2-3 പോയിന്റ്സ്. ഒന്ന്, എനിക്ക് എന്ത് വേണമെങ്കിലും വീട്ടിൽ ചെന്ന് പറയാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഗേൾസ് പൊതുവെ പിള്ളേരെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് ഒരുപാട് ട്രെയിനിങ് കിട്ടും മാരേജിനെ കുറിച്ച്. അത്തരം ട്രെയിനിങ് ആൺകുട്ടികൾക്ക് കിട്ടുന്നില്ല. അതൊരു ഭയങ്കര പ്രശ്നമാണ്. ആൻഡ് എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് രണ്ടുപേരും നടുക്ക് നിൽക്കണം. മാക്സിമം വീട്ടിൽ അറിയിക്കാതെ ഇരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ ഇത് കയ്യിൽ നിന്ന് പോവാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീട്ടിൽ അറിയിച്ചു. അവർ ഇനീഷ്യൽ അത് ബാമോളെ എനിക്ക് വീട്ടിൽ ഇട്ടിട്ട് പോകാനുള്ള മൈൻഡ് സെറ്റ് അല്ലായിരുന്നു. എനിക്കിത് എന്താ ഞാൻ ചെയ്യണ്ടേന്നുള്ളൊരു ഇതിലാണ് ഞാൻ ചോദിച്ചത്. അപ്പം അമ്മ അതിനുള്ള സംസാരിക്കാനും മാനേജ് ചെയ്യാനും ഒക്കെ നോക്കി. പക്ഷെ പിന്നീട് വന്നു എൻ്റെ മെന്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ടും മോശമായി. ആൻഡ് അമ്മ മെഡിക്കൽ ഫീൽഡിലുള്ള ആളായതുകൊണ്ട് എൻ്റെ വീട്ടിൽ അതൊന്നും ടാബു അല്ല. സൈക്യാട്രിസ്റ്റിനെ കാണിക്കണോ അല്ല ഇങ്ങനെ അതൊന്നും വിഷയമുള്ള കാര്യമല്ല. അപ്പം വീട്ടിൽ എന്നെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു, മെഡിക്കേഷൻ ഉണ്ട്. ആ ഒരു സ്പേസിലേക്ക് മാറി. പിന്നെ എല്ലാവരും പറയില്ലായിരിക്കും കോവിഡ് നല്ലതാണ്. പക്ഷെ ഞാൻ പറയും കോവിഡ് എനിക്ക് വേണ്ടി ഒത്തിരി നല്ലതായിരുന്നു. ബിക്കോസ് 2 ഇയേഴ്സോളം നമ്മൾ വീട്ടിനകത്ത് പൂട്ടിയിരുന്നുകൊണ്ട് അപ്പുറത്തെ അമ്മച്ചിയോ ആരും വന്ന് എന്നോട് ചോദിച്ചില്ല നീ എന്താ കെട്ടിയോണ്ട് വീട്ടിൽ പോവാത്തെ, അല്ലെങ്കിൽ എന്താ ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസോ ഒന്നും വന്നില്ല. എല്ലാവരും അസ്യൂം ചെയ്തു ഞാൻ അവിടെ ലോക്ക്ഡൌണിൽ പെട്ടുപോയി. അഭീഷ് ബോംബെയിൽ ആണ്. സോ ആൻഡ് ഇതൊക്കെ റിക്കവർ ചെയ്യാനോ എനിക്ക് സമയം കിട്ടി. അപ്പൊ ആ രീതിയിൽ എനിക്ക് ഭയങ്കരമായ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു കോവിഡ്. പക്ഷെ ആൾക്കാർക്ക് ലോസ് ദെയർ ലവ്ഡ് വൺസ് ദാറ്റ് ഐ എം റിയലി സോറി. പക്ഷെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതെ, അപ്പൊ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഹീലിംഗ് ടൈം കിട്ടി, എനിക്ക് പ്രൈവസി കിട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ തുറന്നു പറച്ചിലാണ്. അതായത് ഇപ്പൊ പറഞ്ഞില്ലേ ഈ മെന്റൽ ഹെൽത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, അപ്പൊ ചിലർ പറയും അതൊക്കെ അങ്ങനെ പറയാമോ എന്നൊക്കെ ധരിക്കുന്നവരാണ് ഇപ്പോഴും കൂടുതൽ. പക്ഷെ അത് നമുക്ക് മറ്റുള്ളവർക്ക് തരുന്ന ഒരു പ്രചോദനവും ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആവും. അർച്ചന ഉറപ്പായിട്ടും ഞാൻ ഇത് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി ഒരു ജലദോഷം അല്ലെങ്കിൽ ഒരു ചുമ ഒരു ആഴ്ച മേലിൽ നിന്നാൽ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകും. അതെ, അത് കുഴപ്പമില്ല, അത് അങ്ങനെ വേണം. നീ എന്താണ് തന്നെത്താൻ മരുന്നെടുത്ത് ചികിത്സിക്കുന്നത്, അത് വേറെ എന്തെങ്കിലും പോയി ഒരു ഡോക്ടറിനെ കാണുന്നത് പറയുന്ന അച്ഛനമ്മമാരാണ് നമുക്ക്. പക്ഷെ ഒരു കൊച്ചിരുന്ന് കരയാണ്, 2 ദിവസം 3 ദിവസം ഇരുന്ന് കരയുന്നു, റിയാക്ട് ചെയ്യുന്നു. അപ്പൊ അതിൽ അവൾ ഓവറാക്കുവാണ്, അവൾക്ക് എന്തോ പ്രശ്നം. അതും ഈ രീതി കണ്ടാൽ നമുക്ക് ആക്ച്വലി ഒരു നല്ല ലൈഫ് ജീവിക്കാൻ പറ്റും. അതെ.